ഹായ് ഓൾ. അപ്പോ നമ്മുടെ പ്രീ ഡിസംബർ മോക്കിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ആൻഡ് ഇത് കോർപ്പറേഷൻ ടാക്സ് കമ്പ്യൂട്ടേഷന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഫസ്റ്റ്, പ്രിപ്പയർ എ റിവൈസ്ഡ് കോർപ്പറേഷൻ ടാക്സ് കമ്പ്യൂട്ടേഷൻ ഓഫ് അപ്പെക്സ് ലിമിറ്റഡ് ഫോർ ദി ഇയർ എൻഡഡ് 31st March 2025. ആൻഡ് നോട്ടിൽ പറയുന്നുണ്ട്, യു ഷുഡ് ഇൻഡിക്കേറ്റ് ബൈ ദി യൂസ് ഓഫ് സീറോ എനി ഐറ്റംസ് ഇൻ ദി കമ്പ്യൂട്ടേഷൻ ഓഫ് ദി ട്രേഡിംഗ് പ്രോഫിറ്റ് ഫോർ വിച്ച് നോ അഡ്ജസ്റ്റ്മെന്റ് ഇസ് റിക്വയർഡ്. സോ അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും ആവശ്യമില്ലെങ്കിൽ കൂടി നമ്മൾ സീറോ വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യണം. ഓക്കെ. ദെൻ ഇവിടെ ചെറിയൊരു വർക്കിംഗ്സ് കൊടുത്തിട്ടുണ്ട് കോർപ്പറേറ്റ് ടാക്സ് കമ്പ്യൂട്ടേഷന്റെ. സോ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് റിവൈസ്ഡ് കോർപ്പറേറ്റ് ടാക്സ് കമ്പ്യൂട്ടേഷൻ ആണ്. നമുക്ക് സെനാരിയോ വെച്ച് നോക്കാം. You are a trainee chartered certified accountant. Your manager has asked you to review the draft corporation tax computation prepared by the finance director of Apex Limited for the year ended 31st March 2025. The finance director is new to the role and have made several errors. So, ഇവിടെ ഒരു കോർപ്പറേഷൻ ടാക്സ് കമ്പ്യൂട്ടേഷൻ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ദെൻ ട്രേഡിംഗ് പ്രോഫിറ്റ്, ദെൻ അതിൽ നിന്നും ഡിവിഡൻഡ് റിസീവ്ഡ് ആഡ് ചെയ്ത് ടാക്സബിൾ പ്രോഫിറ്റ് എടുത്തു. ദെൻ അത് കോർപ്പറേഷൻ ടാക്സ് 25% കോർപ്പറേഷൻ ടാക്സ് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് ഇപ്പൊ കാണുമ്പോൾ തന്നെ മനസ്സിലാകും, ഈ ഡിവിഡൻഡ് റിസീവ്ഡ് ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്തില്ല. നമ്മൾ അത് ഓഗ്മെന്റഡ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ് ഡിവിഡൻഡ് റിസീവ്ഡ് എടുക്കുന്നത്, അല്ലേ? സോ ഇന്ന് നമുക്ക് ഈ ട്രേഡിംഗ് പ്രോഫിറ്റ് വർക്കിംഗ് വണ്ണിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. സോ ഇതിൽ സർട്ടൻ ഐറ്റംസ് പറയുന്നുണ്ട്. ആൻഡ് നമ്മൾ എപ്പോഴും കാൽക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിന് ദെൻ ഇതിൽ നിന്ന് ആഡ് ബാക്ക് ചെയ്യേണ്ട ഐറ്റംസ് ആഡ് ബാക്ക് ചെയ്യുക, ആഡ് ബാക്ക് ചെയ്യേണ്ട ഐറ്റംസ് സീറോ കാണിക്കുക, അങ്ങനെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. സോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഉണ്ട്, ഡിപ്രീസിയേഷൻ ഉണ്ട്, ഡൊണേഷൻ ടു നാഷണൽ ചാരിറ്റി ഉണ്ട്, പ്രൊഫഷണൽ ഫീസ്, ദെൻ ഒരു ലീസിന്റെ ഒരു ലീഗൽ ഫീസ് ഉണ്ട്, ദെൻ എന്റർടൈൻമെന്റ് ടു സപ്ലയർ, ക്ലയന്റ് എന്റർടൈൻമെന്റ്, സ്റ്റാഫ്, ക്രിസ്മസ് പാർട്ടി, ക്യാപിറ്റൽ അലവൻസ്, എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടാണ് ടോട്ടൽ പ്രോഫിറ്റ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആൻഡ് നോട്ട്സിൽ in addition to the legal fees, a premium of 24,000 was paid for the acquisition of a new 6-year lease on an office building that was used in the trade from 1st Jan 2025. The lease premium has not been included in the operating profit figure or the calculation of trading profit. So ഈ ട്രേഡിംഗ് പ്രോഫിറ്റിൽ നമ്മൾ ഓൾറെഡി ലീസ് പ്രീമിയത്തിന്റെ കാൽക്കുലേഷൻ കാണിച്ചിട്ടില്ല. സോ അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ലീസ് പ്രീമിയം നമുക്കറിയാം, നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? പ്രീമിയം എമൗണ്ട് ഇൻറ്റു 2% ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് -1. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ആ ഒരു എമൗണ്ട് ലീസ് പ്രീമിയത്തിൽ നിന്ന് കുറച്ചിട്ടൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. സോ നമുക്ക് ആൻസർ ചെയ്യുമ്പോൾ നോക്കാം. ദെൻ ക്യാപിറ്റൽ അലവൻസ് തന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ ക്യാപിറ്റൽ അലവൻസ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു പ്രൈവറ്റ് യൂസ് കാർ എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം കൊടുത്തിട്ടുണ്ട്, അല്ലേ? സോ പ്രൈവറ്റ് യൂസ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്ത കേസ് ഉണ്ടോ? കമ്പനിയുടെ കാര്യത്തിൽ നമ്മൾ പ്രൈവറ്റ് യൂസ് എടുക്കാറുണ്ടോ? സോ പ്രൈവറ്റ് യൂസ് ഇസ് ഓൺലി കൺസിഡർഡ് ഇഫ് വി ആർ ഡീലിംഗ് വിത്ത് സോൾ ട്രേഡർ ഓർ പാർട്ട്ണർഷിപ്പ്, അല്ലേ? സോൾ ട്രേഡർ പാർട്ട്ണർഷിപ്പിന്റെ കാര്യമൊക്കെ നോക്കുമ്പോഴാണ് നമ്മൾ പ്രൈവറ്റ് യൂസ് എടുക്കുന്നത്. ആൻഡ് ഫോർ കമ്പനി വിൽ ഗെറ്റ് ഫുൾ അലവൻസ് വേർ ദർ ഇസ് പ്രൈവറ്റ് യൂസ് ആൻഡ് എംപ്ലോയി വിൽ ഹാവ് എ ടാക്സിബിൾ ബെനിഫിറ്റ്, അല്ലേ? അപ്പോ ഇവിടെ കമ്പനിയുടെ കേസിൽ പ്രൈവറ്റ് യൂസ് ഉണ്ടെങ്കിൽ ഫുൾ അലവൻസ് നമുക്ക് കിട്ടാറുണ്ട്. സോ ഈ പ്രൈവറ്റ് യൂസ് എന്ന് പറയുന്നത് അത് നമുക്ക് മാറ്റണം. സോ അത് നമ്മൾ വർക്കിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. Then notes on capital allowance, the new office building integral features were acquired and brought into use on 1st July 24. So ഒരു ഇന്റഗ്രൽ ഫീച്ചറിന്റെ കാര്യം പറയുന്നുണ്ട്. ആൻഡ് അതുപോലെ കാറ് CO2 എമിഷൻ 50 gram per kilometer ആണ്. ആൻഡ് ഇറ്റ് വാസ് പർച്ചേസ്ഡ് ബൈ ദി ഫൈനാൻസ് ഡയറക്ടർ ആൻഡ് 20% ഓഫ് ദി മൈലേജ് ഇസ് ഫോർ പ്രൈവറ്റ് ജേർണി. സോ പ്രൈവറ്റ് ജേർണിയുടെ കാര്യം നമ്മൾ നോക്കണ്ട. നമ്മളിവിടെ ഇത് ന്യൂ കാറാന്ന് പറയുന്നത്, ന്യൂ കാർ ഫോർ ഫൈനാൻസ് ഡയറക്ടർ. സോ ന്യൂ കാറാണ്. ദെൻ CO2 എമിഷൻ 55 gram per kilometer ആണ്. അപ്പൊ ഏത് പോളിൽ വരും? സ്പെഷ്യൽ പോളിൽ വരും. സ്പെഷ്യൽ പോളിൽ എത്രയാണ് റേറ്റ്? 6%. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ തുടങ്ങുക. സോ നമുക്ക് ആൻസർ നോക്കാം. ഫസ്റ്റ് ഹെഡിങ് കോർപ്പറേറ്റ് ടാക്സ് ഫോർ ദി ഇയർ എൻഡ് 31st March 2025, സ്റ്റാർട്ടിംഗ് വിത്ത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. സോ നമുക്ക് ഇവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 137,000, അല്ലേ? സോ 137,000 ഫസ്റ്റ് എഴുതുക. ദെൻ ഡിപ്രീസിയേഷൻ നമ്മൾ ആഡ് ബാക്ക് ചെയ്യുന്ന ഒരു ഐറ്റം ആണ്. നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഡിപ്രീസിയേഷൻ നമ്മൾ ആഡ് ബാക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ ഡൊണേഷൻ ടു നാഷണൽ ചാരിറ്റി, QCD, ക്വാളിഫൈങ് ചാരിറ്റബിൾ ഡൊണേഷൻ ഒക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മൾ ആക്ച്വലി ക്വാളിഫൈങ് ചാരിറ്റബിൾ ഡൊണേഷൻ എവിടുന്നാണ് കുറയ്ക്കുന്നത്? നമ്മൾ കമ്പ്യൂട്ടേഷൻ ചെയ്യുമ്പോൾ ടോട്ടൽ പ്രോഫിറ്റിൽ നിന്നാണ് ഇത് കുറയ്ക്കുന്നത്, അല്ലേ? അല്ലാതെ നമ്മൾ ട്രേഡിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ അല്ല കുറയ്ക്കുന്നത്, ടോട്ടൽ പ്രോഫിറ്റിൽ നിന്നുമാണ് നമ്മൾ QCD ഡിഡക്ട് ചെയ്യുന്നത്.
സോ ഇവിടെ ഓൾറെഡി ഇവര് ട്രേഡ് പ്രോഫിറ്റിൽ ഡിഡക്ട് ചെയ്തു, അതുകൊണ്ട് നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. സോ നമ്മൾ നാഷണൽ ക്വാളിഫൈഡ് ഡൊണേഷൻ 1000 നമ്മൾ ആഡ് ബാക്ക് ചെയ്യുന്നു. ദെൻ പ്രൊഫഷണൽ ഫീസ് നമ്മൾ ആഡ് ബാക്ക് ചെയ്യണോ? വേണ്ട, ബിക്കോസ് അത് നമ്മൾ ഹോളി ആൻഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദ പർപ്പസ് ഓഫ് ട്രേഡ് ആണ് എൻക്വയറി ചെയ്തിരിക്കുന്നെങ്കിൽ നമുക്കത് ഡിഡക്ട് ചെയ്യാം. സോ ആഡ് ബാക്ക് ചെയ്യേണ്ട കാര്യമില്ല. സോ നമ്മളത് 0 വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യണം. അക്കൗണ്ടൻസി ഫീസും കൊടുത്തിട്ട് 0 നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുക. ദെൻ ലീഗൽ ഫീസ്, അക്വിസിഷൻ ഓഫ് ന്യൂ 6-year ലീസ്. ലീഗൽ ഫീസിന്റെ കേസിൽ നമുക്ക് അറിയാം, അതായത് ഇപ്പം ഒരു റിന്യൂവൽ ഓഫ് ഷോർട്ട് ലൈൻ ലീസ് ആണെങ്കിൽ നമ്മൾ ആ ഒരു ലീഗൽ ഫീസ് എടുക്കാറില്ല. ലീഗൽ ഫീസ് റിലേറ്റിംഗ് ടു ലീസസ് ഫോർ ലെസ് ദാൻ 50 years ആർ ആൻ അലൗബിൾ ഡിഡക്ഷൻ, അല്ലെ? അതൊരു അലൗബിൾ ഡിഡക്ഷൻ ആണ് ആക്ച്വലി. റിന്യൂവൽ ഓഫ് ഷോർട്ട് ടൈം ലീസ് ഒക്കെ, അതായത് നമ്മൾ ലെസ് ദാൻ 50 years എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ ഇതൊരു ന്യൂ ലീസ് ആണ്, അതുകൊണ്ട് നമുക്ക് ആഡ് ബാക്ക് ചെയ്യാം. സോ ലീഗൽ ഫീസ് ഫോർ ന്യൂ 6-year പ്രോപ്പർട്ടി ലീസ് നമ്മൾ ആഡ് ബാക്ക് ചെയ്യുന്നു 4000. ലീസ് പ്രീമിയത്തിന്റെ കേസ് നമ്മൾ പറഞ്ഞു, നമുക്ക് ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്. ആ ഇക്വേഷനിൽ വെച്ച് നമ്മൾ ചെയ്യണം. സോ ലീസ് ഇവിടെ വർക്കിംഗ് സൈഡ് നമുക്ക് വേറെ ചെയ്യാം. ലീസ് പ്രീമിയം ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 24,000. നമ്മുടെ ഇക്വേഷൻ ഉണ്ട് പ്രീമിയം എമൗണ്ട്, അതായത് ഇവിടെ 24,000 ഇൻറ്റു 2% ഇൻറ്റു 6/-1. 6 മീൻസ് 6-year ലീസ് അല്ലേ, 6 years ആണ്. സോ നമ്പർ ഓഫ് ഇയേഴ്സ് -1. സോ 24,000 ഇൻറ്റു 2% ഇൻറ്റു 6 - 1, 2,400 നമുക്ക് ഡിഡക്ട് ചെയ്യാം പ്രീമിയം എമൗണ്ട് ആയ 24,000 നിന്ന്. സോ നമുക്ക് ടാക്സ് ഓൺ ലാൻഡ് ലോഡ് എന്ന് പറയുന്നത് ഇതിന്റെ ഡിഫറൻസ് 24,000 മൈനസ് 2,400, 21,600 ആണ് നമ്മുടെ ടാക്സ് ഓൺ ലാൻഡ് ലോഡ്. ആൻഡ് ഈ കേസിൽ വരുമ്പോൾ ഈ 21,600 എന്ന് പറയുന്നത് എത്ര നാളത്തേക്കാണ്? 6 yearsലേക്കാണ്. സോ ഡിവൈഡഡ് ബൈ 6 ചെയ്യും. അതുപോലെ നമ്മൾ ടൈം പോർഷൻ ചെയ്യണം. ഇവിടെ നമുക്ക് January 2025 ഈ ഒരു ലീസിന്റെ കാര്യം എടുക്കുന്നത്, അല്ലെ? ഓഫീസ് ബിൽഡിംഗ് എടുക്കുന്നത്. സോ 1 Jan എന്ന് പറയുമ്പോൾ January, February, March 3 months. സോ നമ്മൾ ടൈം പോർഷൻ ചെയ്യണം 3/12, അതായത് 21,600 ഇൻറ്റു 21,600 ഡിവൈഡ് ബൈ 6 നമ്പർ ഓഫ് ഇയേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്യുക. ദെൻ ടൈം പോർഷൻ ചെയ്യുക ഇൻറ്റു 3/12. സോ 900 ആണ് നമുക്ക് ലീസ് പ്രീമിയം ആയിട്ടുള്ളത്. സോ ലീസ് പ്രീമിയം 900 നമ്മൾ ഡിഡക്ട് ചെയ്യുന്നു, -900 നമ്മൾ ചെയ്യുന്നു. ഓക്കെ, ഇവരിവിടെ പറയുന്നുണ്ട് ദ ലീസ് പ്രീമിയം ഹാസ് നോട്ട് ബീൻ ഇൻക്ലൂഡഡ് ഇൻ ദ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഫിഗർ. സോ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്റർടൈൻമെന്റ് ഓഫ് സപ്ലയേഴ്സിന്റെ എന്റർടൈൻമെന്റ്, അതൊരു ഡിസലൗഡ് എക്സ്പെൻസ് ആണ് ആൻഡ് നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. സോ എന്റർടൈൻമെന്റ് ഓഫ് സപ്ലയർ 500 നമ്മൾ ആഡ് ബാക്ക് ചെയ്യുന്നു. ദെൻ ക്ലയന്റ് എന്റർടൈൻമെന്റ്, ഓവർസീ ക്ലയന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ക്ലയന്റ് എന്റർടൈൻമെന്റും സപ്ലയർ പോലെ തന്നെ നമുക്ക് നോൺ ഡിഡക്റ്റബിൾ ആണ്, ഡിസലൗബിൾ ആണ്. സോ നമ്മളത് ആഡ് ബാക്ക് ചെയ്യുന്നു, നോട്ട് അലൗഡ് ആണ്. സോ നമ്മൾ ഓവർസീ കസ്റ്റമർ അല്ല ക്ലയന്റിന്റെ ഓവർസീ ക്ലയന്റിന്റെ എന്റർടൈൻമെന്റ് എക്സ്പെൻസ് നമ്മൾ 2,500 നമ്മൾ ആഡ് ബാക്ക് ചെയ്യുന്നു. സ്റ്റാഫ് ക്രിസ്മസ് പാർട്ടി 180 per head for 10 സ്റ്റാഫ്. ശരിക്കും നമുക്ക് ഈ ക്ലയന്റ് സ്റ്റാഫ് പാർട്ടിക്കൊക്കെ എത്രയായിരുന്നു? പെർ ഹെഡ് 150 ആണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇപ്പൊ കമ്പനിയുടെ കേസിൽ വരുമ്പോൾ ഇവിടെ നമുക്ക് മോർ ദാൻ 150 ആണ് വരുന്നതെങ്കിൽ അത് ടാക്സബിൾ ആവുന്നത് സ്റ്റാഫ് വുഡ് ഗെറ്റ് ടാക്സ്ഡ് ഓൺ ദി ബെനിഫിറ്റ്. സോ ടാക്സബിൾ ആവുന്നത് സ്റ്റാഫ് ആണ്. ആൻഡ് കമ്പനിയുടെ കേസിൽ കമ്പനിക്ക് ഫുൾ എമൗണ്ടും ഡിഡക്റ്റബിൾ ആണ്, ഫുൾ എമൗണ്ടിന് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. സോ ആഡ് ബാക്ക് ചെയ്യണം ആ എമൗണ്ട്, അതുകൊണ്ട് നമ്മൾ ആഡ് ബാക്ക് ചെയ്യണ്ട, അല്ലെ? അതായത് ശരിക്കും 150 ആണ് എമൗണ്ട് ആൻഡ് എക്സ്ട്രാ വരുന്നതിന് ആ ഒരു ബെനിഫിറ്റിന് മേൽ ടാക്സബിൾ ആവുന്നത് സ്റ്റാഫ് ആണ്. വാട്ട് എവർ ദ എമൗണ്ട് കമ്പനി ക്യാൻ ക്ലെയിം എ ഡിഡക്ഷൻ. സോ നോ ആഡ് ബാക്ക്, ഈ കേസിൽ നോ ആഡ് ബാക്ക് ആണ്. സോ സ്റ്റാഫ് ക്രിസ്മസ് പാർട്ടി 0 കൊടുക്കുക. ക്യാപിറ്റൽ അലവൻസ് വർക്കിംഗ് 2-ലാണ്. ക്യാപിറ്റൽ അലവൻസ് നമുക്ക് സെപ്പറേറ്റ് ഒരു വർക്കിംഗ്സ് ചെയ്യാം. സോ ക്യാപിറ്റൽ അലവൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാണ്? ടാക്സ് റിട്ടേൺ ഡൗൺ വാല്യൂ ബ്രോട്ട് ഫോർവേഡ്. ഇവിടെ മെയിൻ പൂളിൽ ഒരു 15,300 ഉണ്ട്. ദെൻ നമുക്ക് കമ്പനിയുടെ കേസിലായതുകൊണ്ട് പ്രൈവറ്റ് യൂസ് വേണ്ട. ദെൻ സ്പെഷ്യൽ പൂൾ ഉണ്ട്, അലവൻസസ് ഉണ്ട്. സോ ഫസ്റ്റ് ഒരു കാറിന്റെ കാര്യം പറയുന്നുണ്ട്. കാറ് ഒരു ന്യൂ കാർ ആണ്. അതുപോലെ തന്നെ CO2 എമിഷൻ 55 gram per kilometer ആണ്. ആൻഡ് അപ്പോ
കാറ് ക്വാളിഫൈങ് AIA ക്വാളിഫൈങ് അസറ്റ് അല്ല. അഡീഷൻസ് നോട്ട് ക്വാളിഫൈങ് ഫോർ AIA ആണ് കാറ്. സോ കാറിന് നമുക്ക് ഒരു ന്യൂ കാർ ആയതുകൊണ്ടും ആൻഡ് ഓൾസോ CO2 എമിഷൻ 55 gram per kilometer ആയതുകൊണ്ട് നമ്മുടെ ഏത് പൂളിൽ വരും? സ്പെഷ്യൽ പൂളിൽ ഓൾറെഡി വരും. സോ 35,000 നമ്മൾ സ്പെഷ്യൽ പൂളിൽ എഴുതുക കാറിന്. ദെൻ ഒരു ഇന്റഗ്രൽ ഫീച്ചറിന്റെ കാര്യം പറയുന്നുണ്ട്. അത് ക്വാളിഫൈങ് ഫോർ AIA ആണ്. സോ അഡീഷൻ ക്വാളിഫൈങ് ഫോർ AIA അണ്ടറിൽ ഇന്റഗ്രൽ ഫീച്ചറിന്റെ എമൗണ്ട് എത്രയാണ്? 17,500 നമ്മൾ അലവൻസ് നമുക്ക് എടുക്കാം. സോ AIA 17,500 എടുക്കുക. ദെൻ അലവൻസ് കോളത്തിൽ 17,500 എന്ന് എഴുതുക. ദെൻ രണ്ടെണ്ണമാണ് നമുക്ക് കാറും ഇന്റഗ്രൽ ഫീച്ചറും മാത്രമേ പറഞ്ഞിട്ടുണ്ടെന്നുള്ളൂ. സോ നമ്മൾ ബാലൻസ് മെയിൻ പൂളും സ്പെഷ്യൽ പൂളും ടോട്ടൽ ചെയ്യുക. ദെൻ മെയിൻ പൂൾ എത്ര പെർസെന്റേജ് ആണ് റിട്ടേൺ ഡൗൺ അലവൻസ് വരുന്നത്? 18%. മാർക്ക് പോകരുത്. റിട്ടേൺ ഡൗൺ അലവൻസ് മെയിൻ പൂൾ 18%, സ്പെഷ്യൽ പൂളിന് 6% ആണ്. സോ മെയിൻ പൂള് 18% എടുക്കുക. അതുപോലെ തന്നെ സ്പെഷ്യൽ പൂളിന് 35,000 into 6% എടുക്കുക. അതും നമ്മൾ അലവൻസ് കോളത്തിലേക്ക് കാണിക്കുക. ഈ അലവൻസുകളും 2,754 അതുപോലെ തന്നെ 2,100 അലവൻസ് കോളത്തിൽ കാണിക്കുക. ദെൻ അലവൻസ് കോളത്തിന്റെ ടോട്ടൽ എടുക്കുക. അപ്പൊ നമുക്ക് ടോട്ടൽ ക്യാപിറ്റൽ അലവൻസ് കിട്ടി. ഈ എമൗണ്ട്, ഈ 22,354 എന്നുള്ള എമൗണ്ട് നമ്മൾ മെയിൻ കാൽക്കുലേഷൻ ചെയ്യുന്ന അവിടെ നമ്മൾ ലിങ്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ട്രേഡിംഗ് പ്രോഫിറ്റ് കിട്ടും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ട്രേഡിംഗ് പ്രോഫിറ്റ് കിട്ടും. സോ ട്രേഡിംഗ് പ്രോഫിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാ ചെയ്തേ? ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റനിലുള്ള ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എടുത്തു. ദെൻ അതിൽ ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്തു. QCD നമ്മൾ ഇവിടെ അല്ല, നമ്മൾ ടോട്ടൽ പ്രോഫിറ്റ് നിന്നാണ് ഡിഡക്ട് ചെയ്യുന്നത്. സോ നമ്മൾ ഇവിടെ ആഡ് ബാക്ക് ചെയ്തു. ദെൻ അക്കൗണ്ടൻസി ഫീ നമ്മൾ ട്രേഡ് പർപ്പസിന് വേണ്ടിയാണ് ഹോളി ഇൻക്വയറി ചെയ്തേക്കുന്നത് പറഞ്ഞത് കൊണ്ട് നമ്മൾ അത് നമുക്ക് 0 കാണിക്കാം. ദെൻ അതായത് അക്കൗണ്ടൻസി ഫീക്ക് ആഡ് ബാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇത് 0 കാണിച്ചു. ദെൻ ലീഗൽ ഫീസ് ന്യൂ ലീസ് ആണ്. അതുപോലെ തന്നെ അതുകൊണ്ട് നമ്മൾ ആഡ് ബാക്ക് ചെയ്തു. 4,000 ആഡ് ബാക്ക് ചെയ്തു. ദെൻ ഒരു ലീസ് പ്രീമിയം ഡിഡക്ഷന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. അത് ഇവർ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ. സോ നമ്മൾ അത് എടുത്തു. എങ്ങനെ? ഇക്വേഷൻ ഒക്കെ നമ്മുടെ ഇക്വേഷൻ മറന്നു പോകാതിരിക്കുക. പ്രീമിയം ഇൻറ്റു 2% ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് -1. ഓക്കെ. ദെൻ എന്റർടൈൻമെന്റ് സപ്ലയേഴ്സ് നമ്മൾ ആഡ് ബാക്ക് ചെയ്യും. അതൊരു നമുക്ക് ഡിസലബിൾ ആണ്, നമ്മൾ ആഡ് ബാക്ക് ചെയ്തു. അതുപോലെ ക്ലയന്റ് എന്റർടൈൻമെന്റ് നമുക്ക് ഡിസലബിൾ ആണ്, നമ്മൾ ആഡ് ബാക്ക് ചെയ്തു. സ്റ്റാഫ് പാർട്ടി എന്ന് പറയുന്നത് സ്റ്റാഫ് പാർട്ടി എത്ര എമൗണ്ട് ആണെങ്കിലും അത് കമ്പനിക്ക് അതൊരു അലോവബിൾ ഡിഡക്ഷൻ ആണ്. ആൻഡ് നമ്മൾ അതോട് ആഡ് ബാക്ക് ഒന്നും ചെയ്തില്ല, 0 കൊടുത്തു. ദെൻ ക്യാപിറ്റൽ അലവൻസ് നമ്മൾ വർക്കിംഗ്സ് നമ്മളിപ്പോ നോക്കി. മെയിൻ പൂള്, ദെൻ അതുപോലെ തന്നെ സ്പെഷ്യൽ പൂള്, അലവൻസ്. മെയിൻ പൂളില് നമ്മൾ ഇന്റഗ്രൽ ഫീച്ചറിന് നമ്മൾ AIA ഫുള്ളി ക്വാളിഫൈങ് ആണ്, ഫുള്ളി എടുത്തു. ദെൻ കാർ നമ്മൾ സ്പെഷ്യൽ പൂള് കൊടുത്തു. ദെൻ ബാലൻസ് നമ്മൾ WDA 18% മെയിൻ പൂളും 6% സ്പെഷ്യൽ പൂളിനും കൊടുത്തു. നമ്മൾ അലവൻസ് കോളം ടോട്ടൽ ചെയ്ത് അലവൻസ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. സോ ക്യാപിറ്റൽ അലവൻസ് കൊടുത്തു. ഈ എമൗണ്ട്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ട്രേഡിംഗ് പ്രോഫിറ്റ് കിട്ടും. ദെൻ ഈ ട്രേഡിംഗ് പ്രോഫിറ്റിൽ നിന്നുമാണ് നമ്മൾ എന്ത് കുറയ്ക്കുന്നത്? QCD ക്വാളിഫൈങ് ചാരിറ്റബിൾ ഡൊണേഷൻ കുറയ്ക്കുന്നത്. സോ നമുക്ക് ഇവിടെ ഒരു 1,000 ഉണ്ടായിരുന്നു. സോ ആ 1,000 ക്വാളിഫൈങ് ചാരിറ്റബിൾ ഡൊണേഷൻ 1,000 നമ്മൾ ഡിഡക്ട് ചെയ്തു. അപ്പൊ നമുക്ക് ടാക്സബിൾ ടോട്ടൽ പ്രോഫിറ്റ് കിട്ടി. സോ ഈ ടാക്സബിൾ ടോട്ടൽ പ്രോഫിറ്റിന്റെ മേലിലാണ് നമ്മൾ ടാക്സ് കൊടുക്കുന്നത്, കോർപ്പറേഷൻ ടാക്സ് കൊടുക്കുന്നത് അല്ലെ? സോ അപ്പോ നമുക്ക് ഇവിടെ ഒരു ഫസ്റ്റ് കേസിൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ഡിവിഡൻഡിന്റെ കേസ് പറയുന്നുണ്ട്. സോ ഡിവിഡൻഡ് നമ്മൾ എവിടെയാണ് എടുക്കുന്നത്? ഓഗ്മെന്റഡ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനാണ് എടുക്കുന്നത്. ആൻഡ് ഈ ഓഗ്മെന്റഡ് പ്രോഫിറ്റിന്റെ ബേസിലാണ് നമ്മൾ ഏത് റേറ്റിൽ കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് അല്ലെ? അപ്പോ ടാക്സബിൾ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 140,476. അതിൽ നിന്ന് നമ്മൾ നമ്മുടെ ഡിവിഡൻഡ് ക്വസ്റ്റിന് തന്നിരുന്ന ഡിവിഡൻഡ് 2250 ആഡ് ചെയ്യുക. സോ നമുക്ക് ഓഗ്മെന്റഡ് പ്രോഫിറ്റ് കിട്ടി. ആൻഡ് നമ്മുടെ ഓഗ്മെന്റഡ് പ്രോഫിറ്റ് 15,000 ബിലോ ആണെങ്കിൽ നമ്മൾ 90%, 2,50,000 എബോ ആണെങ്കിൽ നമ്മൾ 25%, ഇൻ ബിറ്റ്വീൻ ദിസ് ആണെങ്കിൽ നമ്മൾ എത്രയാണ് മാർജിനൽ റിലീഫ് എടുക്കുന്നു പറഞ്ഞു. സോ നമ്മൾ എത്രയാണ് നമ്മുടെ കോർപ്പറേഷൻ ടാക്സ് കണ്ടുപിടിക്കാൻ പോവാം. സോ ഫസ്റ്റ് നമ്മൾ ഈ എമൗണ്ടിന് മേൽ, അതായത് നമ്മുടെ TTPയുടെ മേൽ നമ്മൾ മെയിൻ റേറ്റ് 25% പേ ചെയ്യും അല്ലെ? സോ നമ്മൾ TTP ടാക്സബിൾ ടോട്ടൽ പ്രോഫിറ്റ് ഇൻറ്റു 25% ഫസ്റ്റ് എടുക്കും. ദെൻ നമുക്ക് മാർജിനൽ റിലീഫ് എന്ന് പറയുന്നത് നമ്മുടെ ലിമിറ്റ്, അപ്പർ ലിമിറ്റ് 2,15,000 ഡിവൈഡഡ് ബൈ ടാക്സബിൾ ടോട്ടൽ പ്രോഫിറ്റ് ഇൻറ്റു 3/200 ഇൻറ്റു നമ്മുടെ ഏതാണ് TTP ഡിവൈഡഡ് ബൈ ഓഗ്മെന്റഡ് പ്രോഫിറ്റ് അല്ലെ?
TTP ഡിവൈഡ് ബൈ ഓഗ്മെന്റ് പ്രോഫിറ്റ് എടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ അപ്പർ ലിമിറ്റ് ഡിവൈഡ് ബൈ ഓഗ്മെന്റ് പ്രോഫിറ്റ് ഇൻറ്റു 3/200 ഇൻറ്റു TTP ബൈ ഓഗ്മെന്റ് പ്രോഫിറ്റ് എടുത്തിട്ടാണ് നമ്മൾ മാർജിനൽ റിലീഫ് കണ്ടുപിടിക്കുന്നത്. സോ മാർജിനൽ റിലീഫ് നമുക്ക് ഇവിടെ കിട്ടി. മാർജിനൽ റിലീഫ് കൂടെ ഡിഡക്ട് ചെയ്ത് തരും. അതായത് നമ്മുടെ മെയിൻ റേറ്റിൽ നിന്നും മാർജിനൽ റിലീഫ് ഡിഡക്ട് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് കോർപ്പറേഷൻ ടാക്സ് കിട്ടുന്നത്, അല്ലേ? സോ നമ്മുടെ കോർപ്പറേഷൻ ടാക്സ് എന്ന് പറയുന്നത് 33,606 ആണ് നമ്മുടെ കോർപ്പറേഷൻ ടാക്സ്. ആൻഡ് ഇങ്ങനെയുള്ള കേസസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തിടുക. ഓക്കെ, അപ്പോ ഇതൊരു പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. നമുക്ക് പെർഫോം ഒക്കെ അറിയാം എങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു. ഫസ്റ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, ദെൻ അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം നന്നായിട്ട് വായിക്കുക. ഈവൻ ദോ ഒരു അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ആവശ്യമില്ലെങ്കിൽ കൂടി അത് 0 വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ദെൻ ഓഗ്മെന്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. ഓഗ്മെന്റ് പ്രോഫിറ്റിൽ നിന്നും റേറ്റ് എത്രയാണ്, 19 ആണോ 25 ആണോ, അത് മാർജിനൽ ആണോ കൊടുക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. ആൻഡ് അതനുസരിച്ച് ചെയ്യുക. ദെൻ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്യാപിറ്റൽ അലവൻസ് ചെയ്യുമ്പോൾ കാർ നമുക്ക് സ്പെഷ്യൽ പൂളിലാണ്, അതുപോലെ തന്നെ ഇന്റഗ്രൽ ഫീച്ചേഴ്സിന് ഫുള്ളി AIA അവൈലബിൾ ആണ്. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ടത്. സോ നമുക്ക് ഇനി നെക്സ്റ്റ് പോർഷൻ നോക്കാം. ഇത് ഒരു 12 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ഇത് 50 മാർക്ക്, ടോട്ടൽ 50 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 12 മാർക്സ് ആയിരുന്നു നമുക്ക് കോർപ്പറേഷൻ ടാക്സ് കമ്പ്യൂട്ടേഷൻ ഉള്ളത്. ബാക്കി 3 മാർക്സ് നമുക്ക് ഒരു നോട്ട് എഴുതാനുള്ളതാണ്. സോ ഫസ്റ്റ് വൺ, അഡ്വൈസ് ദ ഫൈനാൻസ് ഡയറക്ടർ ഓഫ് ദ ഫോളോയിങ്. The due date for the submission of Apex Limited Corporation Tax Return for the year ended 31st March 2025. നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഡ്യൂ ഡേറ്റ് ആണ്. ഡ്യൂ ഡേറ്റ് എങ്ങനെയാണ്? 12 months ഫ്രം ദി എൻഡ് ഓഫ് അക്കൗണ്ടിംഗ് പീരിയഡ്, അല്ലേ? സോ നമ്മൾ എഴുതുക, ദ കോർപ്പറേഷൻ ടാക്സ് റിട്ടേൺ മസ്റ്റ് ബി ഫയൽഡ് ബൈ 31st March 2026. ഡ്യൂ ഡേറ്റ് ആണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ 12 months ഫ്രം ദി എൻഡ് ഓഫ് അക്കൗണ്ടിംഗ് പീരിയഡ് അന്ന് എഴുതിയാൽ പോരാ, നമ്മൾ കറക്റ്റ് ഡേറ്റ് സ്പെസിഫൈ ചെയ്യുക. ഇവിടെ അക്കൗണ്ടിംഗ് പീരീഡ് എന്താവുന്നത് 31st March 2025 സോ നമ്മൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടത് ബൈ 31st March 2026 ആണ്. സോ ദ കോർപ്പറേഷൻ ടാക്സ് റിട്ടേൺ മസ്റ്റ് ബി ഫയൽഡ് ബൈ 31st March 2026. Then next, the deadline for Apex Limited to amend this corporation tax after filing. Amend ചെയ്യാനുള്ള ടൈം എത്രയാണ്? അത് 12 months ഫ്രം ദി ഡ്യൂ ഡേറ്റ് ആണ്, അല്ലേ? സോ Apex can amend the return up to 12 months after the filing due date. അതായത് ഫയൽ ചെയ്തിട്ട് നിന്നും 12 months നമുക്ക് അമെൻഡ് ചെയ്യാം. സോ അത് ഏതാണ് ഡേറ്റ് വരുന്നത്? 31st March 2027, 12 months from due date. So the Apex can amend the return up to 12 months after the filing due date, അതായത് by 31st March 2027. Okay, then the deadline for HMRC to give notice of a complaint check into this return, assuming the return is not submitted late. So നമുക്ക് HMRCക്ക് ഒരു നോട്ടീസ് കൊടുക്കണമെങ്കിൽ ആ ഒരു ഡെഡ് ലൈൻ ആണ് ചോദിക്കുന്നത്. ആൻഡ് HMRC മസ്റ്റ് ഗീവ് നോട്ടീസ് വിത്ത് 12 months ഓഫ് ദി ആക്ച്വൽ ഡെലിവറി ഓഫ് ദി ടാക്സ് റിട്ടേൺ. ടാക്സ് റിട്ടേണിന്റെ ആക്ച്വൽ ഡെലിവറിയിൽ നിന്ന് വിത്തിൻ 12 months ആണ് HMRC നോട്ടീസ് കൊടുക്കേണ്ടത്. സോ HMRC മസ്റ്റ് ഗീവ് നോട്ടീസ് വിത്തിൻ 12 months of the actual delivery of the tax return. സോ ഇത് ഒരു മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. സോ ഒറ്റ ലൈനിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഡ്യൂ ഡേറ്റ്സും ഡേറ്റ്സുകളാണ് ഇവിടെ മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. സോ ഒറ്റ ലൈനിൽ ആൻസർ ചെയ്യാം. സോ ഇത് നമ്മുടെ ഒരു അഡ്മിൻ ചാപ്റ്ററിൽ അഡ്മിന്റെ അണ്ടറിൽ വരുന്നതാണ്. സോ എക്സാമിന് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഇങ്ങനത്തെ ഡേറ്റ്സ്, ഡെഡ് ലൈൻ, ഡ്യൂ ഡേറ്റ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളും ദെൻ ഇൻട്രസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് നോക്കുക. അപ്പോ ഇതൊക്കെ ഈസി ആയിട്ട് പിടിക്കാൻ പറ്റുന്ന മാർക്സ് ആണ്. സോ ഇതൊന്നും മിസ് ചെയ്യാതിരിക്കുക. ആൻഡ് ആൻസർ ചെയ്യുന്ന ടൈമിൽ ഇപ്പം സെക്ഷൻ എയിലും ബിയിലും സിയിലും എല്ലായിടത്തും എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ദെൻ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് പറഞ്ഞിരിക്കുന്ന ടൈം, സെഷൻ എയും ബി ഒക്കെ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ടൈം കഴിയുമ്പോൾ തീർന്നില്ലെങ്കിൽ കൂടി നെക്സ്റ്റ് സെഷനിലേക്ക് പോവുക, അടുത്ത സെഷൻ ചെയ്തിട്ട് ദെൻ തിരിച്ചു വന്നിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാത്ത ആൻസേഴ്സ് ചെയ്യുക. ആൻഡ് സെഷൻ എയിലും ബിയിലൊക്കെ ചെയ്യുന്ന ടൈമിൽ ഇപ്പൊ ഒരു ക്വസ്റ്റൻ അറിയത്തില്ലെങ്കിൽ കൂടി ഏതെങ്കിലും ഒരു ആൻസർ ക്ലിക്ക് ചെയ്യുക, ദെൻ ഫ്ലാഗ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോവുക. ഓക്കെ, ഒരെണ്ണം അറിയില്ല എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്യരുത്, എല്ലാം അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോ
Yeah, that's it, and all the very best, guys.